നമസ്കാരം, ഞാൻ ടോണി. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിന് പ്രയോജനപ്പെടുമ്പോഴാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം അവിസ്മരണീയമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞമനങ്ങാട് NMK ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം VD സതീശൻ നിർവഹിച്ചു. CPM-ൽ വീണ്ടും സമ്മേളനകാലം. സെപ്റ്റംബർ 5 മുതൽ കുന്നംകുളം ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കും. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. സംസ്ഥാന ഭരണത്തെക്കുറിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചും നിലവിലുള്ള സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകും. തകർന്നു കിടക്കുന്ന കാണിയാമ്പാൽ മേഖലയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസിയുടെ ഏകദിന ഉപവാസ സമരം. സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. നാടിന് പ്രയോജനപ്പെടുമ്പോഴാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം അവിസ്മരണീയമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞമനങ്ങാട് NMK ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മാറ്റാൻ, അവന്റെ കണ്ണീരൊപ്പാൻ, അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നത്തിന്റെ പേരാണിതെല്ലാം. രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം. അല്ലാതെ മര്യാദയ്ക്ക് ഒരു വീട് വെച്ച് താമസിക്കുമ്പോൾ ആ വീട് കത്തിച്ചു കളയലോ, ആ വീടിന് കല്ലെറിയലോ, ആ വീട് നശിപ്പിക്കലോ ഒന്നുമല്ല. അതൊക്കെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് എളുപ്പത്തിൽ കഴിയുന്ന കാര്യം. ഇതാണ് നന്മ എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം മുഖമുദ്ര. ഞമനങ്ങാട് NMK നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷനായി. മുൻ MP-യും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, DCC സെക്രട്ടറിമാരായ അലാവുദ്ദീൻ, MV ഹൈദരലി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജയ് കുമാർ വൈലേരി, വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മക്കാലിക്കൽ, ഉസ്മാൻ മേപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. NMK ഫൗണ്ടേഷൻ നൽകിയ 3.5 സെന്റ് സ്ഥലത്ത് പ്രവാസി വ്യവസായിയും ചാരിറ്റി പ്രവർത്തകനുമായ അസ്ലാം സലീം ആണ് 680 സ്ക്വയർ ഫീറ്റിൽ 9 ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. 10ാം ക്ലാസ് +2 പരീക്ഷയിലും വിവിധ മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CCTV ന്യൂസ്, പുന്നൂർകുളം. തകർന്നു കിടക്കുന്ന കുന്നംകുളത്തെ കാണിയാമ്പാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ്, പനങ്ങായി ചീരംകുളം ബൈലൻ റോഡുകൾ, കക്കയം കാണിപ്പേര് തുടങ്ങിയ റോഡുകൾ എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസിയും മദ്യവിമോചന മഹാസഖ്യം കുന്നംകുളം മേഖലാ പ്രസിഡന്റുമായ സുഭാഷ് ബോസ് കുന്നംകുളം നഗരസഭ ഓഫീസിന് മുൻപിൽ ഏകദിന ഉപവാസ സമരം നടത്തി. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കോൺഗ്രസ് പ്രസിഡന്റ് ഷാജു തരകൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. KS ശിവരാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് E. ജോസഫ്, ജനറൽ സെക്രട്ടറി KA മഞ്ജുഷ, BJP കൗൺസിലർ KK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കാണിയാമ്പാൽ മേഖലയിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം നഗരസഭ ഓഫീസിന് മുൻപിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പ്രദേശവാസിയും മദ്യവിമോചന മഹാസഖ്യം കുന്നംകുളം മേഖലാ പ്രസിഡന്റുമായ സുഭാഷ് ബോസാണ് ഏകദിന ഉപവാസ സമരം നടത്തുന്നത്. ഗെയിൽ പൈപ്പിന്റെയും അമൃത് കുടിവെള്ള പദ്ധതിയുടെയും നിർമ്മാണ പ്രവൃത്തികളെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ കാണിയാമ്പാൽ മേഖലയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ 16-ന് ആരംഭിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി അധികൃതർ എത്തിയെങ്കിലും റോഡിലെ ഗതാഗതം നിയന്ത്രിക്കാതെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ കഴിയില്ലെന്ന വാർഡ് കൗൺസിലറുടെ നിർദ്ദേശപ്രകാരം കാണിയാമ്പാൽ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്താതെ 19ാം വാർഡിലെ തന്നെ മറ്റു റോഡുകളും 18ാം വാർഡിലെ റോഡുകളും കമ്മീഷൻ ചെയ്യുകയായിരുന്നുവെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സൂചിപ്പിച്ചു. സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകൾ ഉൾപ്പെടുന്ന വാർഡുകളിലെ ജനപ്രതിനിധികളെ വിളിച്ചു ചേർത്താണ് യോഗം ചേർന്നത്. എന്നാൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് അപഹാസ്യമായ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നതെന്ന് നഗരസഭാധ്യക്ഷ കൂട്ടിച്ചേർത്തു. അന്നെടുത്തുള്ള തീരുമാനങ്ങൾ കൗൺസിലർമാർക്കറിയാം. പക്ഷെ ആ തീരുമാനങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സമരത്തിന് വേണ്ടിയൊരു സമരം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന ഈ ഒരു
നാണം കെട്ട പരിപാടി എന്ന് തന്നെ പറയാം. അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നിലനിൽക്കുമ്പോൾ പണി ആരംഭിച്ചതിന് ശേഷം ഒരു നിരാഹാര സമരം നടത്തുകയും അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും അതിനെ അഭിവാദ്യം ചെയ്യുന്ന കൗൺസിലർമാരോട് എനിക്ക് പറയാനുള്ളത്, അവരെല്ലാം കൂടി എടുത്ത ഒരു തീരുമാനമാണ് 16-ാം തീയതി മുതൽ ആ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സമരം നടത്തുകയും അതിനെ അഭിവാദ്യം ചെയ്യുകയും ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ജനപ്രതിനിധികൾക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. CCTV ന്യൂസ് കുന്നംകുളം. കടങ്ങോട് ഒടുങ്കുന്നിൽ ബൈക്കിന് മുന്നിൽ നായ ചാടിയതിനെ തുടർന്ന് യുവാവിന് പരിക്ക്. പാലക്കാട് ആലിപ്പറമ്പിൽ വീട്ടിൽ വിശ്വജിത്തിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ വിശ്വജിത്തിനെ എരുവപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൽത്തറയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികന് പരിക്ക്. പുത്തൻപള്ളി സ്വദേശി കമ്മാലിക്കാനകത്ത് 66 വയസ്സുള്ള അഷ്റഫിനാണ് പരിക്ക്. ആൽത്തറ സെന്ററിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ അഷ്റഫിനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ പുന്നൂർക്കുളം ശാന്തി ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CPM-ൽ വീണ്ടും സമ്മേളനകാലം. സെപ്റ്റംബർ 5 മുതൽ കുന്നംകുളം ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കും. ജനുവരി 4, 5, 6 തീയതികൾ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. CPIM-ന്റെ ബ്രാഞ്ച് സമ്മേളനം സെപ്റ്റംബർ 5 മുതൽ ഒക്ടോബർ 5 വരെയുള്ള ദിവസങ്ങളിലായാണ് നടക്കുന്നത്. കുന്നംകുളം ഏരിയയിലെ 181 ബ്രാഞ്ചുകളിലെ സമ്മേളനം പൂർത്തീകരിച്ച ശേഷം ഒക്ടോബർ 10 മുതൽ ലോക്കൽ സമ്മേളനം ആരംഭിക്കും. ഒക്ടോബർ 10, 11 തീയതികളിലായി നടക്കുന്ന ചൊവ്വന്നൂർ ലോക്കൽ സമ്മേളനത്തോടെയാണ് ഏരിയയിലെ ലോക്കൽ സമ്മേളനങ്ങൾക്ക് ആരംഭമാവുക. കണ്ടാണിശ്ശേരി ലോക്കൽ സമ്മേളനത്തോടെ 13 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിക്കും. നവംബർ 13, 14, 15 തീയതികളിലായി കേച്ചേരിയിലാണ് ഏരിയ സമ്മേളനം നടക്കുക. ഏരിയയിലെ 3607 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 170 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ജില്ലയിലെ 17 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷം ജനുവരി 4, 5, 6 തീയതികളിലാണ് ജില്ലാ സമ്മേളനം നടക്കുക. 450 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുക. പ്രതിനിധി സമ്മേളനത്തിന് കുന്നംകുളം ടൗൺ ഹാൾ വേദിയാകും. 3 വർഷത്തെ സംഘടന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും സ്വയം വിമർശനത്തിലൂടെ തെറ്റുതിരുത്തി പാർട്ടിയെ രാഷ്ട്രീയപരവും സംഘടനാപരവുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നയരൂപീകരണ സംഘടനാ സംവിധാനമാണ് CPIM സമ്മേളനങ്ങളിലൂടെ നടത്തുന്നത്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ചേരുന്ന പാർട്ടി സമ്മേളനങ്ങൾക്കാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളോടെ തുടക്കമാകുന്നത്. സംസ്ഥാന ഭരണത്തെക്കുറിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചും നിലവിലുള്ള സംഘടനാ ദൌർബല്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ സമ്മേളനങ്ങളിലുണ്ടാകും. CCTV ന്യൂസ് കേച്ചേരി. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വിശ്വാസികൾ ഞായറാഴ്ച കരിദിനം ആചരിച്ചു. പള്ളി നഷ്ടപ്പെട്ടതിന്റെ 4ാം വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടാണ് വിശ്വാസികൾ കരിദിനം ആചരിച്ചത്. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ഡിൽജോ എലിയാസ് കൂരൻ കാർമ്മികത്വം വഹിച്ച കുർബാനയ്ക്ക് ശേഷം 100 കണക്കിന് വിശ്വാസികൾ മുദ്രാവാക്യം വിളിച്ച് മാതൃപള്ളിക്ക് മുന്നിലെത്തി പ്രതിഷേധ യോഗത്തിൽ സംബന്ധിച്ചു. വികാരി ഫാദർ ഡിൽജോ എലിയാസ് കൂരൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി എന്നിവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുവപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുധീഷ് പറമ്പിൽ അധ്യക്ഷനായി. സംഘടനം എന്ന വിഷയത്തിൽ നാടക, സിനിമ, ഗാനരചയിതാവ് രമേശ് കാവിലും സാംസ്കാരിക സംഘടനകളുടെ വർത്തമാനകാല ദൗത്യം എന്ന വിഷയത്തിൽ നാടക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകരയും സംസാരിച്ചു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ ജോൺ ജോഫി പ്രസംഗ പരിശീലനം നൽകി. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി KP ജയൻ, KA ഫരീദലി എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൗക്കത്ത് കടങ്ങോട്, PJ ജ്യോതി, അക്ബർ അലി, NS സത്യൻ, KR രാധിക, EK മിനി എന്നിവർ നേതൃത്വം നൽകി. പദ്ധതി വിഹിതത്തിൽ രാഷ്ട്രീയ വിവേചനമെന്ന ആരോപണം BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച കാലത്ത് നടത്തുന്ന മാർച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പദ്ധതി തുക സർക്കാർ വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞ് BJP മെമ്പർമാരുടെ മാത്രം വാർഡുകളിലെ റോഡ് നിർമ്മാണങ്ങൾ ഉപേക്ഷിച്ചതായി മെമ്പർമാരായ അനിത ധർമ്മൻ, ഗോകുൽ അശോകൻ, ഇന്ദിരാ പ്രബുലൻ എന്നിവർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നടത്തിയ ബോർഡ് മീറ്റിംഗിൽ നിന്ന് പ്രതിഷേധമറിയിച്ച് മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു. എള്ളൂരകായൽ റോഡിനെ 10 ലക്ഷം വകയിരുത്തിയെങ്കിലും പദ്ധതി പുതുക്കിയപ്പോൾ പകുതി തുക മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. പരൂർ വാർഡിൽ പൊട്ടിപ്പൊളിഞ്ഞ പറയങ്ങാട് റോഡ് നവീകരണത്തിനും പണം അനുവദിച്ചില്ല. ആൽത്തറ ദ്വാരക റോഡിനെ തുക വകയിരുത്തിയെങ്കിലും പിന്നീട് ഒഴിവാക്കി.
അതേസമയം LDF മെമ്പർമാരുടെ വാർഡുകളിലെ നിർമ്മാണ പദ്ധതികൾക്ക് കുറവ് വരുത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ നിർമ്മാണം, ശ്മശാനം, MCF, കുടുംബാരോഗ്യ കേന്ദ്രം, വഴിക്കണ്ണ് പദ്ധതി തുടങ്ങിയവയുടെ നടത്തിപ്പും അവതാളത്തിലാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കിരൺ ബാലചന്ദ്രൻ, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, മെമ്പർമാരായ ഗോകുൽ അശോകൻ, അനിതാ ധർമ്മൻ, ഇന്ദിരാ പ്രബുലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട പുന്നൂർകുളം പഞ്ചായത്ത് അങ്ങനെ BJP ജയിച്ച വാർഡുകളിൽ അങ്ങനെ വികസന പ്രവർത്തനം നടത്തണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാട് ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ ചെയ്യില്ല എന്ന തരത്തിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വരുന്ന ബുധനാഴ്ച ഞങ്ങൾ പാർട്ടിയുടെ പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് അത് പുന്നൂർകുളം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10:30 കുന്നത്തൂർ സെൻറ്ററിൽ നിന്ന് ഈ ബഹുജന മാർച്ച് ആരംഭിക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നിലവിലിപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹമാണ് ഇന്നലെ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 21 അതെ ബുധനാഴ്ച. CCTV ന്യൂസ് പുന്നയൂർക്കുളം. കേന്ദ്ര ഉരുക്ക് ഖന വ്യവസായ വകുപ്പ് മന്ത്രി HD കുമാരസ്വാമി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ 10 മണിയോടുകൂടിയാണ് പത്നിക്കൊപ്പം മന്ത്രി ദർശനത്തിനായി എത്തിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ് എന്നിവർ കേന്ദ്രമന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ദർശന സായുജ്യം നേടിയ മന്ത്രിക്ക് കളഭവും തിരുമുടി മാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ നൽകി. 11 മണിയോടെ ദർശനം പൂർത്തിയാക്കിയ മന്ത്രി ആനത്താവളം സന്ദർശിച്ചു. ഗജവീരൻ ഇന്ദ്രസെന്നെ പഴങ്ങൾ നൽകി. ഇന്ദ്രസനൊപ്പം നിന്ന് മന്ത്രിയും പത്നിയും ചിത്രങ്ങളെടുത്തു. 12 മണിയോടെയാണ് മന്ത്രി മടങ്ങിയത്. അസുഖബാധിതനായി വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കുന്നംകുളം മുൻ MLAയുമായ ബാബുവും പാലിശ്ശേരിയെ കാണുവാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എത്തി. ബാബുവും പാലിശ്ശേരിയെയും കുടുംബാംഗങ്ങളെയും കണ്ട് ചികിത്സാ കാര്യങ്ങൾ അന്വേഷിച്ച് അല്പസമയം ചെലവഴിച്ചാണ് MV ഗോവിന്ദൻ മാസ്റ്റർ മടങ്ങിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പൂത്തലത്ത് ദിനേശൻ, ഡോക്ടർ PK ബിജു, ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി MN സത്യൻ, ജില്ലാ കമ്മിറ്റി അംഗവും സഹോദരനുമായ M ബാലാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K കൊച്ചനിയൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഗുരുവായൂരിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഇരിങ്ങപ്പുറം പൊന്നരാശ്ശേരി ചന്ദ്രനാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. പുലർച്ചെ 1 മണിയോടെ വീടിനകത്ത് കുഴഞ്ഞു വീണ ഇയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം നടത്തി. ദേവുവാണ് ഭാര്യ, വിനോദൻ മകനും ശ്രീകല മരുമകളുമാണ്. കോട്ടോൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോട്ടോൽ മംഗലം പാലസിൽ ചേർന്ന ക്ലാസ് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ഫോറം ഭാരവാഹികളായ MK അബ്ദുൽ ഗനി, KK ജമാൽ, ഉമ്മർ മൗലവി എന്നിവർ സംസാരിച്ചു. സ്വാലിഹ് ഹുദവിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൽ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. തന്റെ ബസ്സുകളിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ആര്യ ബസ് ഉടമയുടെ മാതൃക. കാട്ടകമ്പാൽ സ്രായിൽ സ്വദേശി സതീശന്റെ വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന 7 ബസ്സുകളിലെ വരുമാനമാണ് സംഭാവനയായി നൽകുക. യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് തുക വാങ്ങുന്നതിനു പകരം ബക്കറ്റ് നീട്ടിയാണ് പണം പിരിച്ചെടുത്തത്. കൂലി വാങ്ങാതെ ബസ് ജീവനക്കാരും സഹകരിച്ചതോടെ ഇന്ധന ചെലവ് ഒഴിച്ചുള്ള മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിച്ചേരും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം അനുസരിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഉടമസ്ഥതയിലുള്ള 7 വണ്ടികളുടെയും വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനും അതിലെ തൊഴിലാളികൾ ശമ്പളം എടുക്കാതെയും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഇന്ധന ചെലവ് മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ ചെയർമാനായി മിൻഹാസ് ബിൻ അബ്ബാസ്, വൈസ് ചെയർമാൻ നിത, സെക്രട്ടറി AA ഹിഷാം, ജോയിന്റ് സെക്രട്ടറി
റിസാന എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രധാന അധ്യാപിക മെഴ്സി മെഹർ, ഇലക്ഷൻ കമ്മീഷണറായി PK അബൂബക്കർ, സജന, സോണി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ നടന്ന തെരഞ്ഞെടുപ്പ് ആവേശകരമായി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കർഷക ദിനാചരണം നടന്നു. കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണത്തിൽ കുട്ടികൾ കർഷകരുടെ വേഷം ധരിച്ചെത്തിയാണ് പങ്കെടുത്തത്. മാതൃസംഘം പ്രസിഡന്റ് ഫസീന സ്കൂൾ അങ്കണത്തിൽ പച്ചക്കറി തൈനട്ട് കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിൽ സജ്ജമാക്കുന്ന അടുക്കളത്തോട്ടത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പച്ചക്കറി തൈകൾ നട്ടു. കുട്ടികൾ അവതരിപ്പിച്ച കൃഷിപ്പാട്ടുകൾ ചടങ്ങ് അവിസ്മരണീയമാക്കി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാനായി 4 ദിവസം മത്സ്യക്കച്ചവടം നടത്തുവാൻ മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 ഘട്ടങ്ങളിലായി മത്സ്യക്കച്ചവടം നടത്തി ലഭിക്കുന്ന ലാഭവിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. 1ാം ഘട്ടം ഓഗസ്റ്റ് 21-ാം തീയതി നടത്തും. തൃശൂർ ജില്ലയിലും പാലക്കാട്, മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലും 19 വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് കച്ചവടം നടത്തുന്നത്. 2ാം ഘട്ടം ഓഗസ്റ്റ് 28-ന് എരുമപ്പെട്ടി സെന്ററിലും 3ാം ഘട്ടം സെപ്റ്റംബർ 4-ന് പന്നിത്തടം സെന്ററിലും 4ാം ഘട്ടം സെപ്റ്റംബർ 11-ന് വെള്ളറക്കാടും നടക്കും. ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി എല്ലാവരും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കടങ്ങോട് മത്സ്യ അനുബന്ധ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കച്ചവടം നടത്തുന്നത്. ഈ വരുന്ന 21-ാം തീയതി ബുധനാഴ്ച മുതൽ അടുത്ത മാസം 11-ാം തീയതി വരെയാണ് കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് 4 ഘട്ടങ്ങളായിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം, മുഴുവൻ ജനങ്ങളും ഈ കാരുണ്യ മത്സ്യം വാങ്ങിച്ച് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർക്കാം. എല്ലാ ആളുകളും ഈ മത്സ്യക്കച്ചവടമായി സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനോടൊപ്പം പറയാനുള്ളത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ സംഘടന മത്സ്യക്കച്ചവടം നടത്തി 90,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി VS ശ്രീനിഷ്, ട്രഷറർ അബ്ദുൾ റസാഖ് പന്നിത്തടം എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ജീവകാരുണ്യ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ 96-98 പ്രീ ഡിഗ്രി ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നവരുടെ പുനഃസമാഗമം നടന്നു. കോളേജിലെ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമാഗമം പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് ഉദ്ഘാടനം ചെയ്തു. അഭിലാഷ് V ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ P ശങ്കരനാരായണൻ മുഖ്യാതിഥിയായി. ഫിലിം കൊറിയോഗ്രാഫിയിൽ സംസ്ഥാന അവാർഡ് നേടിയ അരുൺലാലിനെ ഡോക്ടർ PS വിജോയ്, ഡോക്ടർ P ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. KT ജയകൃഷ്ണൻ, K ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 1000-ലധികം സ്റ്റേജുകളിൽ പാടിയ നിരവധി ടെലിവിഷൻ ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഷാബിർ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേളയും അരങ്ങേറി. ജിജേഷ് വേലൂർ, മിജി ഷാജി, K അജയ് കുമാർ, ഫിനോജ് കുളങ്ങര, സിമി അജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വിവാഹത്തിന് മാറ്റിവെച്ച തുകയിൽ നിന്നും 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നവദമ്പതികളുടെ മാതൃക. കുന്നംകുളം അഗതിയൂർ പറാട്ട് വീട്ടിൽ വിഗീഷും വധു കൊങ്ങണൂർ കമ്പിപ്പാലം ചിറ്റേഴത്ത് വീട്ടിൽ സുനിതയുമാണ് വയനാടിന് കൈത്താങ്ങാകാൻ വിവാഹവേദിയിൽ തുക കൈമാറിയത്. AC മൊയ്തീൻ MLA ഏറ്റുവാങ്ങി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ സെക്രട്ടറി MN സത്യൻ എന്നിവർ പങ്കെടുത്തു. DYFI പോർക്കുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റാണ് വിഗീഷ്. വയനാടിനെ സഹായിക്കാൻ കാട്ടകാമ്പാൽ മേഖലയിലെ ഉത്സവ കൂട്ടായ്മ മുന്നിട്ടിറങ്ങിയപ്പോൾ ലഭിച്ചത് 1,62,000 രൂപ. 50ഓളം കമ്മിറ്റികൾ കൂട്ടായി നടത്തിയ പരിശ്രമത്തിൽ ലഭിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി. കാട്ടകാമ്പാൽ പൂരം, ചിറക്കൽ നേർച്ച, കാട്ടകാമ്പാൽ പെരുന്നാൾ എന്നിവയ്ക്ക് വേണ്ടി വാദ്യമേളങ്ങളും ആനകളുമായി എത്താറുള്ള കമ്മിറ്റികളാണ് വയനാടിനെ സഹായിക്കാൻ ഒന്നിച്ചിറങ്ങിയത്. ചിറക്കൽ സെന്ററിൽ ഒത്തൊരുമിച്ച് ചേർന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്തി കളക്ടറേറ്റിലെത്തി പണം നൽകുകയായിരുന്നു. ആഘോഷങ്ങൾക്കൊപ്പം സഹജീവികളെ സഹായിക്കാനും ഒന്നിച്ച് നാടിന് മാതൃക തീർക്കുകയാണ് കാട്ടകാമ്പാൽ ഉത്സവ കൂട്ടായ്മ. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125-ാം വാർഷികത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. OSA അംഗവും യുനെസ്കോ പുരസ്കാര ജേതാവുമായ ES ശ്യാം സുന്ദറാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, OSA പ്രതിനിധി EG വിനീത, പ്രിൻസിപ്പൽ VB ശ്യാം, ഹെഡ്മിസ്ട്രസ് MA നദീറ, അധ്യാപിക TG ഷീബ, PTA വൈസ് പ്രസിഡന്റ് P മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു.
വയനാട് ഉരുൾപൊട്ടലിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിനായി തൊഴിയൂരിലെ അല്ലമിൻ കാറ്റേഴ്സിലെ തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വരുമാനം നൽകി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി ഏറ്റുവാങ്ങി. അല്ലമിൻ കാറ്റേഴ്സ് ഉടമ നൌഫൽ വി കെ, മാനേജർ ഷഹബാസ്, തൊഴിലാളി പ്രതിനിധി പ്രസാദ് കക്കയം, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ്, വാർഡ് കൗൺസിലർ ഫൈസൽ പൊട്ടത്തയിൽ, മേഖലാ സെക്രട്ടറി നിഷിൽ NN, ഷിജിൻലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മളെ മനസ്സിനൊക്കെ കീറി മുറിച്ച നമ്മൾ വയനാട് ദുരന്തത്തിലേക്ക് ഞങ്ങളാൽ കഴിയാവുന്ന ഒരു ചെറിയ സഹായം കൊടുക്കണമെന്ന് ഞങ്ങൾ ആ ദുരന്തം ഞങ്ങളെ കൺമുന്നിൽ കണ്ട ഉടനെ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോൾ എന്തുകൊണ്ടും എന്ന് പറയാ അത് ഒരു നല്ല കൈകളിലേക്ക് തന്നെ എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ 25 ഭവനം എന്ന പദ്ധതിയിലേക്ക് ഞങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ഞങ്ങൾ ഡിവൈഎഫ്ഐക്ക് വേണ്ടി നൽകുകയാണ്. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. ഇല്ലംനിറ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വേനാട് ശിവപ്രസാദ് നമ്പൂതിരി, കീഴ്ശാന്തി കുൽദീപ് മിശ്ര എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വയനാടിനെ കൈത്താങ്ങാകുവാൻ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരത്തിൽ ജനകീയ ചായക്കട ഒരുക്കി. പഴയ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയ ചായക്കടയിൽ ചായയും എണ്ണപലഹാരങ്ങളുമാണ് ഒരുക്കിയിരുന്നത്. ആവശ്യക്കാർ തുക നൽകുമ്പോൾ വയനാടിനുള്ള സഹായം എന്ന രീതിയിൽ നിറഞ്ഞ സാമ്പത്തിക പിന്തുണയാണ് ലഭിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P. രാജു, ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രേഷ്മ സതീഷ്, വിഘ്നേശ്വര പ്രസാദ്, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നിതീഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, മിഥുൻ പാറേമ്പാടം, ആതിര ഷാജു, തമ്പി മങ്ങാട്, വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംവരണ നിയമം അട്ടിമറിച്ച് പഴഞ്ഞി ഇമ്മാനുവൽ മർത്തോമ LP സ്കൂളിൽ ഭിന്നശേഷി അധ്യാപികയുടെ ഒഴിവിലേക്ക് നിയമനം നടത്തിയതായി ജനകീയ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ VA ശോഭനൻ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2023 ഇതേ അധ്യാപികയെ ചട്ടങ്ങൾ മറികടന്ന് നിയമിച്ചിരുന്നുവെന്നും പിന്നീട് പരാതിയെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഈ നിയമനം റദ്ദാക്കിയെന്നും ശോഭനൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഗവൺമെന്റിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തി കുന്നംകുളം മേഖലയോ ഇവരെ പിരിച്ചുവിട്ടിട്ടുള്ളതാണ്, ഡിസ്മിസ് ചെയ്തിട്ടുള്ളതാണ്. ആ ടീച്ചറെ വീണ്ടും അവിടെ പുതിയ മാനേജർ വന്നപ്പോൾ ഉമ്മെന്ന് പറഞ്ഞ മാനേജർ വന്നപ്പോൾ വീണ്ടും നിയമിച്ചിരിക്കുന്നു. ഇത് അച്ഛനെ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇത് എനിക്കുള്ള അധികാരമാണ്, നിയമം എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് തെറ്റായ ഒരു കീഴ്വഴക്കാണ്. ഈ അച്ഛൻ തന്നെ 38 ലക്ഷം രൂപ വാങ്ങിയത് പള്ളിക്ക് സംഭാവന എന്ന് പറഞ്ഞു. എന്നാൽ 2023-24 കണക്കില് ഈ സംഖ്യ കാണാനില്ല. അതിന് ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഒരു കാരണവശാലും ഈ നിയമം അംഗീകരിച്ചില്ലാന്ന് പറയണം. സംസാരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള അധ്യാപക നിയമനം നടന്നിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ LP സ്കൂൾ മാനേജർ ഫാദർ അനു ഉമ്മനും പള്ളി ട്രസ്റ്റി VK ഡെന്നിയും അറിയിച്ചു. സ്കൂളിനെയും സഭയെയും തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് ശോഭനന്റെ ആക്ഷേപമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയ തൊഴിൽ സംരംഭം നീന്തൽ പരിശീലന കേന്ദ്രം പൊന്നാനി MLA P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു അധ്യക്ഷത വഹിച്ചു. മാറഞ്ചേരിയിൽ സജ്ജമാക്കിയ നീന്തൽ പരിശീലന പദ്ധതിക്കായി സംരംഭകത്വ വികസന പദ്ധതിയിൽ 3.75 ലക്ഷവും ബാക്കി കേരള ബാങ്കിൽ നിന്ന് വായ്പയുമായിട്ടാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ആകെ 24 ലക്ഷത്തോളമാണ് അടങ്കൽ. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന, ബിനീഷ, മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമണി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മകൾ പങ്കുവെച്ച് സഹപാഠികൾ വീണ്ടും ഒത്തുചേർന്നു. കിഴൂർ വിവേകാനന്ദ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഗമിച്ചത്. 90-92 കാലഘട്ടത്തെ പ്രീഡിഗ്രിക്കാരാണ് കുന്നോളം കനവോരം എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത്. KC സുനിൽ അധ്യക്ഷനായി. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കുന്നോളം കനവോരം എന്ന് തുടങ്ങുന്ന കൂട്ടായ്മയുടെ തീം സോങ്ങിന്റെ പ്രകാശനവും ചടങ്ങിൽ ഉണ്ടായി. ഡെപ്യൂട്ടി തഹസിൽദാരായി പ്രമോഷൻ ലഭിച്ച ഫൈസലിനെ ചടങ്ങിൽ ആദരിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ യൂത്ത് CLCയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. എരുമപ്പെട്ടി ഇടവകാതിർത്തിയിലെ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികളിൽ ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CLC അതിരൂപത പ്രൊമോട്ടർ ഫാദർ ഫ്രജോ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതിരൂപത CLC പ്രസിഡന്റ് ജെറിൻ ജോസ് അധ്യക്ഷനായി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂത്ത് CLC പ്രസിഡന്റ് ജിൻഡോ ജോഷി, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, ഡീക്കൻ സാൽവിൻ കണനായ്ക്കൽ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം, നടത്തുകൈക്കാരൻ ഫ്രിൻഡോ KP, സീനിയർ CLC പ്രസിഡന്റ് എഡ്ബർഡ് സൈമൺ, പഞ്ചായത്ത് മെമ്പർ MC ഐജു, സംഘടനാ ഏകോപന സമിതി പ്രസിഡന്റ് KO ജോണി, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി സെക്രട്ടറി CV ബേബി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. ക്ഷേത്രനടയിലെത്തിച്ച കതിർക്കറ്റകൾ മേൽശാന്തി തലയിലേറ്റ് ക്ഷേത്ര കവാടത്തിലെത്തിച്ചു. തുടർന്ന് ശംഖ് വിളിച്ച് വിളക്ക് തെളിയിച്ച് പൂജിച്ച് കതിർക്കറ്റകൾ ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്ര മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 2024-2025 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം റിതം 2024 എന്ന പേരിൽ അരങ്ങേറി. കലാമണ്ഡലം സംഗീത പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം, പ്രോഗ്രാം കൺവീനർ രഞ്ജിനി എന്നിവർ സംസാരിച്ചു. ഭരതനാട്യം, നാടോടി നൃത്തം, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിങ്ങനെ നിരവധി ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. ഗുരുവായൂർ താണിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. മേൽശാന്തി അശോക് കണ്ണൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ക്ഷേത്ര ഭാരവാഹികളായ ശിവദാസൻ താണിയിൽ, പ്രഭാകരൻ താണിയിൽ, ഷീല പ്രഭാകരൻ, ജയന്തി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 21-ന് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. INTUC വടക്കാഞ്ചേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് CK ഹരിദാസന്റെ അധ്യക്ഷതയിൽ ആവണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പ്രവർത്തക കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭാരവാഹികളായ AT ജോസ്, KN നാരായണൻ, IR മണികണ്ഠൻ, കോൺഗ്രസ് നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, PV ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവായിരുന്ന P കൃഷ്ണപിള്ളയുടെ 76ാമത് അനുസ്മരണ വാർഷിക ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു. ലോക്കൽ പരിധിയിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, ജിയോ ഫോക്സ് എന്നിവർ സംസാരിച്ചു. പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. മറ്റം ജയകൃഷ്ണൻ പണിക്കർ കുറിച്ചു നൽകിയ മുഹൂർത്തത്തിൽ ക്ഷേത്ര മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഇല്ലംനിറ ചടങ്ങുകൾ. ക്ഷേത്രത്തിലെത്തിച്ച നെൽക്കതിരുകൾ മേൽശാന്തി തലയിലേറ്റി ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് പൂജ നടത്തിയ കതിർക്കറ്റകൾ ഭഗവാന് സമർപ്പിച്ചു. പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ക്ഷേത്രം സെക്രട്ടറി സഞ്ജീവ് എന്നിവരും മറ്റ് ഭരണസമിതി ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ഇല്ലംനിറ ആഘോഷത്തിൽ സംബന്ധിച്ചു. മരത്തങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂൾ 92-93 ബാച്ച് വാഗമരത്തണൽ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും സംഘടിപ്പിച്ചു. വാഗമരത്തണൽ ചെയർമാൻ KK മണി അധ്യക്ഷത വഹിച്ച ചടങ്ങ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് KK രശ്മി ഉദ്ഘാടനം ചെയ്തു. മരത്തങ്കോട് ഹൈസ്കൂളിൽ നിന്ന് എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കിയ സന MS കൂട്ടായ്മയിൽ ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികളെയും ആദരിച്ചു. സ്കൂളിലെ ഓഡിറ്റോറിയത്തിലേക്കുള്ള LED സ്പോട്ട് ലൈറ്റ് ഹെഡ്മിസ്ട്രസിന് സംഘം കൈമാറി. PTA പ്രസിഡന്റ് റജുല വഹാബ്, കോർഡിനേറ്റർ KM കബീർ, ബഷീർ വെള്ളറക്കാട്, പ്രവാസി പ്രതിനിധി ഫൈസൽ മരത്തങ്കോട് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി രാജു വർഗീസ് സ്വാഗതവും സുബേർ സുറുമ നന്ദിയും പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ തിരുവത്ര മേഖലാ കമ്മിറ്റി പ്രകടനം നടത്തി. കോട്ടപ്പുറം സെൻട്രലിൽ നിന്നും ആരംഭിച്ച പ്രകടനം തിരുവത്രയിൽ സമാപിച്ചു. മഹിളാ അസോസിയേഷൻ തിരുവത്ര മേഖലാ സെക്രട്ടറി പ്രസന്ന രണദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രിയ മനോഹരൻ, ഉമ്മു റൈമത്ത്, അബിനി ശിവജി, രമാരാജൻ, സുനിലൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ഷക്കീല, ബീന, റമീജ എന്നിവർ നേതൃത്വം നൽകി. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല
NRPF തൃശൂർ പാലക്കാട് മേഖലാതല സംഗമം അക്കിക്കാവ് റോയൽ കോളേജിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ കോർഡിനേറ്റർ വിപിൻ കൃഷ്ണ, NSS പ്രോഗ്രാം ഓഫീസർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. NRPF റീജിയണൽ കോർഡിനേറ്റർ അൻഷിഫ് സ്വാഗതവും NSS വളണ്ടിയർ സെക്രട്ടറി റഫ്ന നന്ദിയും പറഞ്ഞു. പ്രമുഖ പരിശീലകൻ അജീഷ് കുട്ടികളുമായി സംവദിച്ചു. വളണ്ടിയർ സെക്രട്ടറിമാരായ ബാസിത്ത്, റഫ്ന, രശ്മി, കൃഷ്ണപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. വിപണി. സാനിറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് വിപണന രംഗത്ത് 4 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രമുഖ സ്ഥാപനമായ ലാവിഷ് ഗ്രൂപ്പ് പ്രീമിയം ബ്രാൻഡുകളിലുള്ള ടൈലുകളുടെയും സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരവുമായി ഒരുക്കിയ പുതിയ ഷോറൂം ലാവിഷ് പ്രീമിയർ പ്രൈവറ്റ് ലിമിറ്റഡ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുറുപ്പം റോഡ് മണ്ണാടിയാർ ലെയിനിൽ പ്രവർത്തനം ആരംഭിച്ച ലാവിഷ് പ്രീമിയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആശീർവാദ കർമ്മം കൂനമുച്ചി ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ നിർവഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL ഔസേബ്, പത്നി റോസിലി ഔസേബ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലാവിഷ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ലിൻസൺ തരകൻ, ഡയറക്ടർ പ്രിറ്റി ലിൻസൺ, ജനറൽ മാനേജർ ജിയോ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. ലാവിഷ് ഗ്രൂപ്പിന്റെ സ്വന്തം കെട്ടിടത്തിൽ 4 നിലകളിലായി 30,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. സൊമാനിയോ, കജാരിയ, ക്യൂട്ടോൺ, ടൊറിനോ, ജോൺസൺ, സിംപോളോ, എക്സാറോ, ഫ്രാങ്കെ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ വൈവിധ്യവും പുതുമയാർന്നതുമായ ടൈലുകളുടെയും സാനിറ്ററി സാമഗ്രികളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകൾ ഈ ഷോറൂമിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കിണങ്ങും വിധം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യത്തോടെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. മണ്ണാടിയാർ ലെയിനിലുള്ള ലാവിഷ് സാനിറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സഹോദര സ്ഥാപനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400063117. വടക്കേക്കാട് കൊളത്താപ്പള്ളി മനയിൽ ഇല്ലനിറ ആഘോഷിച്ചു. ശംഖുനാഥത്തിന്റെ അകമ്പടിയോടെ കൊളത്താപ്പള്ളി ഭവദാസൻ നമ്പൂതിരി, ജിബിൻദാസ് കൊളത്താപ്പള്ളി എന്നിവർ കതിർക്കറ്റകൾ ശിരസിലേറ്റി പ്രദക്ഷിണം വെച്ചു. ജിബിൻദാസ് കൊളത്താപ്പള്ളി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗൃഹത്തിൽ കതിർക്കുലകൾ പൂജിച്ച ശേഷം കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഭക്തരുടെ പറവെപ്പും ഉണ്ടായിരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6,670 രൂപ, സ്വർണം പവന് 53,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചർമ്മം. CPM പ്രാദേശിക നേതാവും ലൈബ്രറി പ്രവർത്തകനുമായ കിരാലൂർ PV അഷ്ടമൂർത്തി നമ്പൂതിരി നിര്യാതനായി. 96 വയസ്സായിരുന്നു. ശ്രീദേവി അന്തർജനമാണ് ഭാര്യ. സുജാത, ഗൗരി, വാസുദേവൻ, ശ്രീദേവി, സാവിത്രി, അഷ്ടമൂർത്തി എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. എരുമപ്പെട്ടി തോന്നല്ലൂർ അമ്പലപ്പാട്ട് പരേതനായ രാമൻ നായരുടെ ഭാര്യ കാർത്തിയാനിയമ്മ നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഷൊർണൂർ പള്ളത്ത് നടക്കും. സുഭദ്ര, ശോഭ, ലീല, ശേഖരൻകുട്ടി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നാടിന് പ്രയോജനപ്പെടുമ്പോഴാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം അവിസ്മരണീയമാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞമനങ്ങാട് NMK ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം VD സതീശൻ നിർവഹിച്ചു. CPMൽ വീണ്ടും സമ്മേളനകാലം. സെപ്റ്റംബർ 5 മുതൽ കുന്നംകുളം ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കും. ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളം ആതിഥേയത്വം വഹിക്കും. സംസ്ഥാന ഭരണത്തെക്കുറിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചും നിലവിലുള്ള സംഘടനാ ദൗർബല്യങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകും. തകർന്നു കിടക്കുന്ന കാണിയാമ്പാൽ മേഖലയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസിയുടെ ഏകദിന ഉപവാസ സമരം. സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകളൊക്കെ സന്ദർശിക്കുക www.cctvonline.in.